പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് വെജിറ്റബിളും മുട്ടയൊക്കെ വെച്ചിട്ടൊരു സ്നാക്സ് റെഡിയാക്കാം കേട്ടോ. വലിയ പണിയൊന്നുമില്ല കേട്ടോ, വയറ്റാനോ മസാല റെഡിയാക്കാനോ ഒന്നുമില്ല. ഫ്രൈ ചെയ്ത് മാത്രം എടുത്താൽ മതി. എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങി കിട്ടും. എഗ്ഗ് ഇതുപോലത്തെ ഒരു വെജിറ്റബിൾ കട്ടർ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഹോള് 2 സൈസിലുള്ളത് ഉണ്ടാവും കേട്ടോ. ഇതിന്റെ ചെറുതും ഉണ്ടാവും. അപ്പൊ വലിയ സൈസിലുള്ള അച്ചില് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എഗ്ഗ് കംപ്ലീറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ കട്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എഗ്ഗ് ഗ്രേറ്റ് ചെയ്ത് കാണിച്ച സെയിം ഹോളിൽ തന്നെ കേട്ടോ ഈ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തത്. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആട്ടോ ഉള്ളത്. അതേപോലെ തന്നെ അരിഞ്ഞെടുത്ത ക്യാബേജും 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. മീഡിയം സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതി കേട്ടോ. മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കാം. അതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആയിട്ടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചതച്ചത് ഇട്ടെടുത്താലും മതി കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം, കൂടി പോകരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ ചാട്ട് മസാല പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് ഈ മസാല എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലായിടത്തേക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് ബേസൺ ആട്ടോ കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് മതി കേട്ടോ. അരിപ്പൊടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു കട്ടിയുള്ള ഡോ തയ്യാറാക്കണം കേട്ടോ. വെള്ളം ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിക്കരുത് കേട്ടോ. കുറച്ച് വെച്ചിട്ട് വേണ്ടി വരാന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി. സ്പൂണ് വെച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഗ്ലാസ്സിലൊക്കെ എടുത്ത് ഒഴിക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടി പോകും. നമുക്ക് ബാറ്റർ ആയിട്ടല്ല വേണ്ടത്, ഒരു ഡോ ആയിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ. ഏകദേശം ഒരു 8-10 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കുറച്ച് ഹാർഡാണ്, ഡോ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇരിക്കുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ലൂസ് ആവും ആവശ്യത്തിന്. ഭയങ്കര ബലത്തിലും അല്ല, എന്നാൽ നല്ല ലൂസും അല്ല, അങ്ങനത്തെ ഒരു ഡോയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇത് പോരാത്തത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും ഒന്നുകൂടി ഒന്ന് ലൂസ് ആയി കിട്ടും കേട്ടോ. 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു വടയുടെ ഷേപ്പ് ആട്ടോ കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് പോർഷൻ എടുക്കാം. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒറ്റയെടുത്ത ശേഷം നടക്കുന്നൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വടയായി കിട്ടും. വളരെ എളുപ്പമാണ് ഷേപ്പ് ചെയ്യാനൊക്കെ. കണ്ടില്ല, ഈ ഒരു രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തത് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് എണ്ണ ചൂടാക്കാനൊക്കെ വെച്ചേക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ പറഞ്ഞതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിടാം. പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് വടയും നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഓയിൽ ചൂടായിരിപ്പുണ്ട്. ഓവറായിട്ട് ഓയിൽ ചൂടായി കിടക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂട് കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേവാനുണ്ട്. അപ്പൊ തീ കുറച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് കേട്ടോ. നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് എടുക്കും കേട്ടോ ഒരു സൈഡ് തന്നെ ആവാനായിട്ട്. അതിനുശേഷം വേണം തിരിച്ചിട്ടെടുക്കാൻ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ വേണം ഇത് കോരിയെടുക്കാനായിട്ട്. തീ കൂട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ഇത് എല്ലാവരും കുക്കാവാനുണ്ട്. മൈദപ്പൊടിയൊക്കെയാണ്, മൈദപ്പൊടി പിന്നെ കടലമാവ് അരിപ്പൊടി ഒക്കെ കുക്കാവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തീ കുറച്ചിട്ട് കുറച്ച് സമയം കിടത്തി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസും എഗ്ഗൊക്കെയാണ് ചേരുന്നത്. നോമ്പൊക്കെ നേരത്തെ വിശപ്പൊക്കെ കേടാൻ നല്ലതാട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അകത്തുനിന്നുള്ള സ്ട്രക്ചറൊക്കെ കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അകത്തുനിന്ന് സോഫ്റ്റ് ആണ്, ബലമൊന്നുമില്ല, കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.